രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഫെനി നൈനാൻ എന്നത് അടൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റെ UDFൻ്റെ. ആ ഫെനി നൈനാൻ ഈ ആരോപണം ശക്തമാകുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അയാളുടെ അടച്ചു പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഫെനി നൈനാൻ്റെ അക്കൗണ്ടിലേക്ക് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് 5000 രൂപ നൽകിയെന്ന് മൂന്നാമത്തെ പീഡന പരാതി നൽകിയ അതിജീവിത പറയുന്നു. തിരുവല്ലയിലെ ഹോട്ടലിലെ പീഡനത്തിന് ശേഷം അടുത്ത വട്ടം വടകരയിൽ ഒരു ഫ്ലാറ്റ് തനിക്കുണ്ടെന്നും അവിടേക്ക് വരണമെന്നും രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടിരുന്നു. അതിജീവിതയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PJ അരുൺ കൂടിച്ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. PJ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേക ഘടകങ്ങളായി പറയേണ്ടത്? പീഡനം, അവർ ക്രൂരമായ ശാരീരിക പീഡനമേറ്റു, അത് ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമായി കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ഘടകങ്ങളുണ്ട്. അതിജീവിത അവർക്ക് നേരിട്ട അനുഭവങ്ങൾ സ്വതന്ത്രമായി മൊഴിയായി നൽകിയതാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയ കേരളത്തിന് സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് രണ്ടെണ്ണമാണ്. ഒന്ന്, വടകര ലിങ്കും, രണ്ട്, ചൂരൽമല ദുരന്തബാധിതർക്കായി നടത്തിയ ലക്കി ഡ്രോയും. എന്തൊക്കെയാണത്? അജിംഷാദ്, കാരണം ഇതിൽ ഒരു നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ പരാതി തന്നെയാണ് മൂന്നാമത്തെ അതിജീവിത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന. അതുമായി ബന്ധപ്പെട്ടുള്ള FIRലും ഇതിൽ കൃത്യമായി അത് വിശകലനം ചെയ്ത് തന്നെ പോകുന്നുണ്ട്. കാരണം അതെന്തൊക്കെയാണെന്ന് വായിക്കൂ. ഞാനത് കൃത്യമായി വായിക്കാം. ഈ ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ലക്കി ഡ്രോയിലേക്ക് രാഹുലിൻ്റെ സുഹൃത്ത്, നേരത്തെ അജിംഷാദ് പറഞ്ഞ പോലെ തന്നെ അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഫെനി നൈനാൻ പറഞ്ഞ പ്രകാരം ഫെനിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് അടൂർ ബ്രാഞ്ചിലാണ്, SBIയിലുള്ള അടൂർ ബ്രാഞ്ചിലാണ് ഈ ഒരു അക്കൗണ്ട് ഉള്ളത്. 5000 രൂപ അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. രാഹുൽ പറഞ്ഞതിൻ്റെ പ്രകാരം ഫെനി നൈനാൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അത് 5000 രൂപയാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് ലക്കി ഡ്രോ സ്വന്തമായി നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും കഴിയുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി വിന്നറാകാനുള്ള ഒരു ശ്രമം നടത്തണമെന്നും ഫെനി നൈനാൻ ഈ അതിജീവിതയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫെനിയോട് രാഹുലുമായുള്ള കാര്യങ്ങൾ ഈ ഫെനിക്ക് അറിയാമോ എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അതിജീവിത സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യം ഫെനിയുമായി സംസാരിച്ചു. അപ്പോഴെല്ലാം ഫെനി പറയുന്നത് എന്ന് പറഞ്ഞാൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി ഈ ലക്കി ഡ്രോയിലെ വിന്നറാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം വ്യാജ പ്രസിഡന്റ് എന്നുള്ള ലേബലിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ, കാരണം വ്യാജ ID കാർഡുകൾ ഉൾപ്പെടെ സ്വന്തമായ നിലയിൽ അച്ചടിക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെ ഉണ്ടാകുന്നു. അതിൽ വളരെ പ്രായം ചേർന്ന ആളുകളുടെ പേരിൽ പോലും ഒരു വ്യാജ ഐഡൻറ്റി കാർഡുകൾ അച്ചടിച്ചുകൊണ്ട് വ്യാജ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ഒരു വ്യക്തിയായിരുന്നു. അത് വലിയൊരു രാഷ്ട്രീയമായ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവം എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു ഒരു സ്ഥാനത്തേക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ടത് PJ അരുൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5000 രൂപ ലക്കി ഡ്രോ നടത്തുന്നു. അതിലേക്ക് രാഹുൽ മാങ്കൂട്ടം നിശ്ചയിക്കുന്ന ആൾ അതിൽ വിജയിയാകുന്നു. അതെങ്ങനെ? അതാണ് ഇതിൽ കൃത്രിമത്വം നടത്താനാകും. അത്തരം പ്രവൃത്തികളാണ് ഇവർ നടത്തി വരുന്നത്. ഈ ചുരൽമലയുടെ ഇവർ പിരിച്ച ഫണ്ട് തന്നെ എവിടെയാണെന്നുള്ള കൃത്യമായ കണക്കില്ലാത്തൊരു സാഹചര്യമുണ്ട്. തറക്കല്ലിട്ടിട്ടില്ല ഭൂമിയിൽ. അത് കോൺഗ്രസും അതെ, യൂത്ത് കോൺഗ്രസും അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ ഗൗരവമാകുന്നു എന്നുള്ളതാണ്. രണ്ട്, PJ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി അടക്കമുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞൊരു കാര്യമാണ്. തങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്നു. ഇത്രയും നാൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തി. പക്ഷേ ഒരു MLAക്ക് അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷന് ഒരു പെൺകുട്ടിയെ കൊണ്ടെത്തിക്കുന്നു മറ്റൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയാകുന്ന ആൾ. ആ രീതിയിലേക്കാണോ രാഷ്ട്രീയ പൊതുപ്രവർത്തനം പോകേണ്ടത് എന്ന ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു. ഈ ഫെനി നൈനാൻ്റെ വിഷയത്തിലാണത് ഉണ്ടായത്. തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ, അത് യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന മാനുഷികപരമായ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘീകരിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ അവർ നടത്തുന്ന, കാരണം ഈ അക്കൗണ്ടിലെല്ലാം പറയുന്നത്, കാരണം കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പലതരത്തിലുള്ള ഭീഷണികൾ തന്നെ കൂടുതൽ പ്രതിരോധത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നെങ്കിൽ
അല്ലെങ്കിൽ തനിക്കറിയാവുന്ന പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പറയുമെന്നുള്ള ഒരു ഭീഷണിയിന്മേൽ പല കോൺഗ്രസ് നേതാക്കളെയും നിശബ്ദരാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 88 ലക്ഷം രൂപയാണ് ഈ ഒരു ഫണ്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പിരിച്ചെടുത്തതായി സ്വയം തന്നെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഏകദേശം 6 കോടിയിലധികം രൂപ ഈ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതാണ് കോൺഗ്രസിലുള്ള നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്. കാരണം ഇങ്ങനൊരു വലിയൊരു ഫണ്ട് തട്ടിപ്പ്, കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ബാലിശ്യമായ അടിസ്ഥാനപരമില്ലാത്ത പല ആരോപണങ്ങളും പരാതികളും പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ പോലും ടൗൺഷിപ്പ് നിർമ്മാണം അവിടെ പൂർത്തീകരിക്കാൻ ഏകദേശം 90% പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള പറയുമ്പോഴാണ് ഈ ഒരു വയനാട് നമുക്കറിയാം ദുരന്ത ബാധിതരായിട്ടുള്ള അവരുടെ കണ്ണീര് വിറ്റ് കൊണ്ട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ജനങ്ങളുടെ എങ്ങനെ എത്തിക്കാൻ എന്നുള്ളൊരു ചോദ്യം ശരിയാണ്. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി പിരിച്ച ഫണ്ട്, ആ ഫണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട്. ഇവരുടെ അസന്മാർഗിക പ്രവർത്തനവും 5 സ്റ്റാർ ഹോട്ടൽ ജീവിതത്തിനും ഒക്കെയായി ആ ഫണ്ട് വഴിമാറ്റിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ലിറ്റ്മസ് ടെസ്റ്റാണ്, അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഈ അതിജീവത പറയുന്നത്. അവരെ ലക്കി ഡ്രോയിൽ ചേർക്കുന്നു, അതിനുശേഷം ആ ലക്കി ഡ്രോയിൽ അവരെ വിജയിയാക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചാൽ എന്ന് ഫെനി നൈനാൻ പറയുന്നു. അതിനുശേഷം അവർ വിജയിയാകുന്നു. അപ്പോൾ മാനിപ്പുലേഷൻ അതിൽ നടത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്, നടക്കും എന്നുള്ളത് മനസ്സിലാകുന്നു. അതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നത് വടകരയുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് കോട്ടയം സ്വദേശിയായ അതിജീവത, പത്തനംതിട്ട സ്വദേശിയായ പാലക്കാട് MLA, അപ്പോൾ ഈ 3 ജില്ലയുമല്ലാതെ അങ്ങ് വടക്കേ അറ്റത്തുള്ള വടകരയിലേക്ക് നിന്നെ കൊണ്ടുപോകാം, അവിടെ തനിക്ക് ഫ്ലാറ്റുണ്ട് എന്നൊരു വാഗ്ദാനം നൽകേണ്ടതിൻ്റെ കാര്യം എന്താണ്? എന്താണ് അതിൻ്റെ വടകര ലിങ്ക്? അത് സംശയാസ്പദമല്ലേ? അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് ചർച്ച ചെയ്യേണ്ടതല്ലേ രാഷ്ട്രീയ കേരളം? PJ അജിംഷാദ്, അത് തന്നെയാണ്. കാരണം വരുന്ന ദിവസങ്ങളിൽ അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. വയനാട് ഫണ്ടിൻ്റെ പേരിൽ ആദ്യത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. വയനാടിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ലക്കി ഡ്രോ, ഈ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഈ അതിജീവിതയ്ക്ക്. നേരത്തെ നമ്മൾ ഈ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ഒരു കെണിയിൽ, ഒരു ട്രാപ്പിൽ പെടുകയായിരുന്നു. 5000 രൂപ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പട്ടിണി പാവങ്ങളുടെ ആയ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം 100ഉം 500ഉം 1000ഉം ഇതുപോലുള്ള 5000 രൂപയെല്ലാം പിരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലക്കാട്ടുള്ള ഒരു നക്ഷത്ര ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാഗ്ദാനം നൽകുന്നു. നമ്മളെ രണ്ടുപേരുടെയും പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങാമെന്നുള്ള ഒരു പേരിൽ അതിജീവിതയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് താൻ അവിടെ വിജയിയാകുമെന്നോ അല്ലെങ്കിൽ തന്നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് വിജയിയായി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വിവരം അതിജീവിതയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഫെനി നൈനാൻ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണ് ആ ഒരു വാക്കാണ് ഉമാരുടെ ഒക്കെ ഒരു കൂട്ടുകൃഷിക്കായി അവരുടെ ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതും പാവങ്ങളുടെ പണം, പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ നാട്ടുകാർ നൽകുന്ന പണം, അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കറക്ക് കമ്പനി പോലെ ഈ സംവിധാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്നിട്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇതിലൊന്നും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലത്രേ. ഇനി PJ അരുൺ, ഞാൻ ചോദിച്ച വടകര ലിങ്ക് വളരെ വ്യക്തമാണ്. എന്തിനാണ് വടകരയിൽ തനിക്ക് ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറയുന്നത്? ഫ്ലാറ്റ് ഉണ്ടോ രാഹുൽ മാങ്കൂട്ടം? വടകരയിലുള്ള ഫ്ലാറ്റ് ആരുടേതാണെന്നുള്ളത് കൈരളിക്കാർ പറയുന്നതിനേക്കാൾ നാട്ടുകാർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം വടകരയിൽ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് ചേക്കേറി അവിടെ വലിയ രീതിയിലുള്ള ഒരു സാമുദായിക സ്പർദ്ധയെല്ലാം വളർത്തി വിജയിച്ച MP ആയിരിക്കുന്ന ഒരാൾ, ഒരു യുവ നേതാവ് കെട്ടിയിറക്കിയ രാഹുലിനെ പത്തനംതിട്ട ഈ ഒരു ജില്ലയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു അസറ്റാണ്, നമുക്ക് കോൺഗ്രസിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മുടെ സമ്പാദ്യമാണ്, സ്വകാര്യ അഹങ്കാരമാണോ എന്നെല്ലാം പറഞ്ഞ് അവിടെ കെട്ടിയിറക്കിയ ആരാണ് MP എന്നുള്ളത് കൈരളി പറഞ്ഞല്ല അറിയേണ്ട. അതിപ്പോൾ തന്നെ നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതൊരു യുവ MP ആണ്. സഹോദര തുല്യനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്ന ഷാഫി പറമ്പിലാണ് എന്നുള്ളതിൻ്റെ സൂചന ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടാവും.